അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹദസത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ രണ്ടാമത്തെ പകലിലാണ് നമ്മൾ. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ക്ഷണികമായൊരു ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ ക്ഷണികമായ ജീവിതം കൊണ്ട് അനശ്വരമായ മറ്റൊരു ലോകത്തിനു വേണ്ടി സമ്പാദിക്കേണ്ടവരാണ് നമ്മൾ. ആ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുത്. പ്രശസ്തനായ അഹമ്മദ് ഷൗക്കിയുടെ പ്രശസ്തമായ വരികൾ പലവരു കേട്ടവരാണ് നമ്മൾ. ദക്കാത്തുൽ കൽബിൽ മർഇ കായിലത്തുൽ ലഹു. മനുഷ്യ, നിന്റെ ഹൃദയാന്തരാളം, നിന്റെ ഹാർട്ടിൻ്റെ സ്പന്ദനങ്ങൾ, ഹൃദയസ്പന്ദനങ്ങൾ നിന്നോട് പറയുന്നുണ്ട്. ഇന്നൽ ഹയാത്ത് ദക്കായിക്കും വസവാനി. ഈ ജീവിതം എന്ന് പറയുന്നത് കുറേ മിനിറ്റുകളുടെയും മണിക്കൂറുകളുടെയും ഒക്കെ സങ്കലനമാണ് എന്ന്. അത്രയേ ഉള്ളൂ നമ്മളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ജീവിതം കൊണ്ട് വരാനിരിക്കുന്ന മറ്റൊരു ജീവിതത്തെ ഉയർത്തേണ്ടവരും ജീവിതത്തെ കൃത്യമായി അടയാളപ്പെടുത്തേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുജരിൽ പ്രശസ്തനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിസ് സബീൽ. നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെയോ അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ നീ ആവുക എന്ന്. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം തൻ്റെ ചങ്ങാതിമാരോട് പറയുമായിരുന്നു, ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. പ്രഭാതമായാൽ നിങ്ങളിൽ ഒരാളും പ്രദോഷത്തെ പ്രതീക്ഷിക്കേണ്ടതില്ല. വൈദാംസയിത്ത, നിങ്ങൾ ഒരാൾക്ക് പ്രദോഷമായി കഴിഞ്ഞാൽ ഫലാ തൻതളിരിസ് സബാഹ, അയാൾ പ്രഭാതത്തെയും പ്രതീക്ഷിക്കേണ്ടതില്ല. അത്രയും ഗ്യാരണ്ടി കുറഞ്ഞ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. എങ്കിൽ നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ കിട്ടുന്ന അസുലഭമായ സന്ദർഭമാണ് റമദാനിൻ്റെ രാത്രിയും പകലുമൊക്കെ. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 3-ാമത്തെ അധ്യായം
സൂറ ആൽ ഇമ്രാനിലെ 133 വചനമാണ്. ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, വസാരിഉ, നിങ്ങൾ ധൃതി വെച്ചുകൊള്ളുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, പാപമോചനത്തിലേക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും, വജന്നത്തിൻ, സ്വർഗലോകത്തേക്കും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിനും അവൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനിരിക്കുന്ന സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി വച്ചുകൊള്ളുക. അർളുഹ, അതിൻ്റെ വിശാലത എന്ന് പറയുന്നത് അസ്സമാവാത്തു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ളൊരു സ്വർഗലോകത്തേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. വഇദ്ദത്തിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹു അത് തയ്യാറാക്കി വച്ചിരിക്കുന്നത്. നോമ്പിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു നോമ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. അതേ അള്ളാഹു പറയാണ്, ഈ സ്വർഗലോകം തയ്യാറാക്കി വച്ചിട്ടുള്ളതും അതേ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ്. നമ്മളൊരു ധൃതിയുടെ ലോകത്താണ്, എല്ലാം വളരെ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിനോടുള്ള മനുഷ്യൻ്റെ ആർത്തിയും പ്രമത്തതയും അവനെ ഈ സ്പീഡിൻ്റെ ലോകത്ത് കൂടുതൽ സ്പീഡിലേക്ക് അവനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് നല്ലത് എന്നോ ഏതാണ് ഉത്തമമെന്നോ മനസ്സിലാക്കാതെ പലതും നമ്മൾ നേടിയെടുക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. പലപ്പോഴും നമ്മൾ കുറ്റവാളികളായി പോകുന്നത് ദുനിയാവിൻ്റെ മാസ്മരികമായ വലയങ്ങളിൽ പെട്ടുകൊണ്ടാണ്. ഈ രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, എന്നിട്ട് നിങ്ങൾ ദുനിയാവിനെയാണല്ലോ തിരഞ്ഞെടുത്ത് കളയുന്നത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ക, പരലോകമെന്ന് പറയുന്നത് ഉത്തമവും അവശേഷിക്കുന്നതുമാണ്. ഉത്തമവും അവശേഷിക്കുന്നതുമായ ഒന്ന് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും മനുഷ്യരായ നമ്മൾ എന്തുകൊണ്ട് ഇഹലോകത്ത് തിരഞ്ഞെടുക്കുന്നു എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അതല്ല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ജീവിതത്തിൽ അവശേഷിക്കുന്നതും ഉത്തമവുമായിട്ടുള്ളതാണ്, അത് പരലോകമാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. സഹോദരങ്ങളെ, സ്പീഡ് മാത്രമല്ല ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഒരു മത്സരവും നടക്കുന്നുണ്ട്. നമ്മളൊക്കെയും അപ്രഖ്യാപിതമായ പല മത്സരങ്ങളുടെയും ഭാഗം കൂടിയാണ്. അത് നമ്മുടെ വീട് നിർമ്മാണത്തിൽ വരുന്നുണ്ട്, വാഹനങ്ങൾ വാങ്ങുന്നിടത്ത് വരുന്നുണ്ട്, നമ്മൾ ജോലി സമ്പാദിക്കുന്നിടത്ത് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ ഇടപാടുകളിലും മറ്റുള്ളവരെയൊക്കെയും കവച്ചു വച്ചുകൊണ്ട് ഏറ്റവും വളരെ മുമ്പിൽ എല്ലാവരേക്കാളും ഏറ്റവും ഒന്നാമനായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ മത്സരമില്ലാതെ പോകുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് അത് സ്വർഗവും പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വർഗത്തിൻ്റെ അനുഭൂതികൾ വിവരിച്ച ശേഷം ഖുർആനിലെ 83 അധ്യായം സൂറ മുത്തഫിഫീനിലെ 26 വചനത്തിൻ്റെ ഒടുവിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫല്യതനാഫസിൽ മുത്തനാഫിസൂൻ, വാശി കാണിക്കേണ്ട ആളുകൾ, മത്സരിക്കേണ്ട ആളുകൾ ഇതിനു വേണ്ടിയാണ് കേട്ടോ മത്സരിക്കേണ്ടത് എന്ന്. മത്സരിക്കേണ്ട വിഷയത്തിൽ മാത്രം മത്സരിക്കാതെ പോവുകയും മത്സരിക്കേണ്ടതില്ലാത്തതും അപ്രധാനവുമായിട്ടുള്ള കാര്യങ്ങളിൽ നിരന്തരമായി മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ എത്തിപ്പെട്ട ദുരന്തം എന്ന് പറയുന്നത്. അതിന് അല്ലാഹു ആ വചനത്തിലൂടെ തിരുത്തുകയാണ്. പരലോകത്തെ ആർക്കാണ് ലഭിക്കുക? ഖുർആൻ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, മൻകാന യുരീദു ഹർസൽ ആഖിറ നസിദു ലഹു ഫീ ഹർസിഹി, ആരാണോ പരലോകത്തെ കൃഷിയെ ഉദ്ദേശിക്കുന്നത്, അവിടെ വിഭവങ്ങൾ ഉണ്ടാകണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ തീർച്ചയായും അവിടെ അവർക്ക് വിഭവങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. വമൻകാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ, അതല്ല ഇഹലോകത്തെ കൃഷിയാണ് ആരെങ്കിലും ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായും അള്ളാഹു അവനവിടെ കൊടുക്കുന്നതാണ്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, എന്നാൽ പരലോകത്ത് ഒരു ഓഹരിയും അവന് വേണ്ടി അള്ളാഹു അവശേഷിപ്പിക്കുകയില്ല. ഉദ്ദേശവും പ്രയത്നവും ലക്ഷ്യവുമൊക്കെ പരലോകമായിരിക്കണം എന്നതാണ്
ഈ ആയത്തുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി അബ്ദുല്ലാഹിബിൻ ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വഹറസ്ലി ദുനിയാക്ക, നീ ദുനിയാവിന് വേണ്ടി കൃഷി ചെയ്യുക, കഅന്നക തഈശു അബദ, എന്നും നീ ഇവിടെ ജീവിക്കുന്നവനെ പോലെ ദുനിയാവിന് വേണ്ടിയുള്ള വിഭവങ്ങൾക്ക് അവിടെ നീ പ്രയത്നിച്ചു കൊള്ളുക. വഅമല്ലി ആഖിറത്തിക, എന്നാൽ നിന്റെ പരലോകത്തിനു വേണ്ടി നീ പണിയെടുക്കേണ്ടത് കഅന്നക തമൂതു ഗദ, നാളെ നീ മരിച്ചു പോകുമെന്നുള്ള വിചാരത്തോടു കൂടിയായിരിക്കണം. പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും നാളെ നീ ഇവിടെ ഇല്ല എന്ന രീതിയിലായിരിക്കണം. എന്താണ് ആ ആശയം പറഞ്ഞു തരുന്നത്? പരലോകത്ത് ലക്ഷ്യം വെച്ച് ലഭിക്കേണ്ടുന്ന, പരലോകത്ത് പ്രതിഫലം ലഭിക്കേണ്ട ഒരു കാര്യം വരുമ്പോൾ ഒരു ഡിലേയും ജീവിതത്തിൽ വരുത്തരുത് എന്നുള്ളതാണ്. കാരണം അത് ചെയ്യാൻ നാളെ നിങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സന്ദർഭത്തിൽ ചെയ്യാതെ നിങ്ങൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നാളെ അത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞുകൊള്ളുന്നില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളത് ചെയ്യണം. ഇഹലോകത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെയും വീണ്ടും വീണ്ടുമുള്ള അവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പരലോകം അങ്ങനെയല്ല. ആയുസ് എപ്പോൾ നിലച്ചു പോകുന്നുവോ അതിനുശേഷം വീണ്ടും നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയില്ല എന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, ഈ പരിശുദ്ധമായ നാളുകളിൽ നമ്മുടെ ചിന്തയും ലക്ഷ്യവുമൊക്കെ വരാനിരിക്കുന്ന ഒരു വലിയ ലോകത്തെ സംബന്ധിച്ചായിരിക്കണം. അതിനുവേണ്ടിയുള്ള കൃത്യമായ ശ്രദ്ധയും താല്പര്യവും ധൃതിയും കൃത്യമായ അടുക്ക് ചിട്ടയുമുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം. ഖുർആൻ ഇതേ ആശയം തന്നെ 57-ാമത്തെ അധ്യായം സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിനും വജന്നത്തിൻ, സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ മുന്നിടുക എന്നതാണ്. മത്സരത്തിലാണ് മുന്നിടലുകൾ ഉണ്ടാവുക. എല്ലാവരെക്കാളും മുന്നിടണമെന്നുള്ള ആ ഒരു മത്സര വീര്യം ഈ വിഷയത്തിൽ നിങ്ങൾക്കുണ്ടാകണം. അർളുഹാക അർളിസ് സമാഇ വൽ അർദ്, ആ സ്വർഗം എന്ന് പറയുന്നത് ആകാശലോകങ്ങളെക്കാൾ വിശാലമാണ് എന്നതാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, രണ്ട് ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മുന്നിടലും അതേപോലെ തന്നെ തിടുക്കവും വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും തിടുക്കത്തിൽ പെട്ടുപോവുകയാണ്. ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലും ഒരുപാട് മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതനായി ഒരു പെട്ടെന്നുള്ളൊരു ആവേശം കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്ന രീതിയാണ് അദ്ദേഹം അപലപിക്കുന്നത്. അത് കൃത്യമായ ലക്ഷ്യം കൈവരിക്കാൻ പലപ്പോഴും ഉപകരിക്കുകയില്ല എന്നതാണ്. എന്നിട്ട് നമ്മൾ പറയും, റമദാൻ വന്നതറിഞ്ഞില്ല, പെട്ടെന്ന് പോയി. അതേപോലെ തന്നെ നമുക്ക് പലതും ചെയ്യാമായിരുന്നു, നമ്മൾ വേണ്ടതൊന്നും കൃത്യമായി ആലോചിച്ചില്ല എന്നത്. എന്നാൽ മുന്നിടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃത്യമായ ഹോംവർക്കുകളുണ്ട്, എന്തൊക്കെ ചെയ്യണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, പരിശീലനങ്ങളുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കും അയാൾ അതിനെ നേരിടുക എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അൽ അജ്റത്തു മിനശ് ശൈത്താൻ, ഈ തിടുക്കം എന്ന് പറയുന്നത് പിശാചിൽ നിന്നുള്ളതാണ്. ഒന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പിന്നെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് നമ്മുടെ മനസ്സിൽ നമ്മെ വീണ്ടും വീണ്ടും പിന്നിലേക്ക് വലിച്ചു നിർത്തും. എന്നിട്ട് ആ സമയമായി കഴിയുമ്പോൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള രീതിയിൽ വെപ്രാളത്തോടു കൂടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആ ഏർപ്പാടിനെയാണ് അദ്ദേഹം അപലപിക്കുന്നത്. ഇനി എപ്പോഴാണ് കൃത്യമായൊരു ഓർമ്മ ഒരു മനുഷ്യനുണ്ടാവുക? ഖുർആൻ അത് അനേക സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വചനം 89-ാമത്തെ അധ്യായം സൂറ ഫജ്റിലെ 23-24 വചനങ്ങളാണ്. അതിൽ അല്ലാഹു പറയാണ്, വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, നരകത്തെ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന ദിവസം മനുഷ്യർക്ക് ഓർമ്മ വരുന്നതാണ്. അല്ലാഹ് ചോദിക്കുക, വ അന്നാ ലഹു ദിക്റ, എവിടെ നിന്നാണ് ഇപ്പോൾ ഒരു ഓർമ്മ ഉണ്ടായത്? ഇതുവരെയും ഒരുപാട് ഉത്ബോധനങ്ങൾ കേൾക്കുന്നവരായിരുന്നു നമ്മൾ, ഒരുപാട് കുത്തുബകളിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഉത്ബോധനങ്ങളൊന്നും തന്നെയും ജീവിതത്തിലൊരു അടുക്കും ചിട്ടയുമോ ഒരു മത്സര വീര്യമോ നമുക്ക് പ്രദാനം ചെയ്തില്ല. എല്ലാം കഴിഞ്ഞ് നമ്മൾ പരലോകത്തെത്തി നരകത്തെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ
പെട്ടെന്നൊരു ഓർമ്മ നമുക്ക് വരികയാണ്. അന്നേരം മനുഷ്യൻ പറയും, യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാത്തി, ഞാൻ എൻ്റെ ജീവിതത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് മുൻകൂട്ടി ചെയ്തു വച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ആ ഒരു വിലാപമില്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആൻ ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് പരലോകത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടും അതിനുവേണ്ടിയുള്ള ഒരുക്കവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇബ്നു മാജയിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ കാനത്ത് ആഖിറത്തു ഹമ്മഹു, ഒരാളുടെ ലക്ഷ്യം പരലോകമാണ് എങ്കിൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു ഐശ്വര്യം കനിഞ്ഞു നൽകുന്നതാണ്. അയാളുടെ ഹൃദയത്തെ ഐശ്വര്യം കൊണ്ട് അള്ളാഹു നിറക്കും. എന്ത് ലക്ഷ്യമായാൽ? പരലോകം ലക്ഷ്യമായാൽ. പരലോകം ലക്ഷ്യമായാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ദുനിയാവിൻ്റെ വിഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു സംതൃപ്തി നൽകും, ഐശ്വര്യം നൽകും നിങ്ങൾക്ക്. വ ജമഅ ലഹു ശംലഹു, അവൻ്റെ കാര്യങ്ങളൊക്കെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടും, ഒരടുക്കും ചുട്ടയും ജീവിതത്തിലുണ്ടാകും. വ അതത്തുഹു ദുനിയ വഹിയ റാഹിമത്തുൻ, ആ മനുഷ്യൻ അവനെ ദുനിയാവ് സ്വമേധയാണ്, അവൻ ആഗ്രഹിക്കാത്ത രീതിയിൽ തന്നെ അവൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരും. അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമായി പോകുമെന്നാണ്. വമൻ കാനത്തു ദുനിയ ഹമ്മഹു, എന്നാൽ ഇനി ഒരാളുടെ ലക്ഷ്യം ഇഹലോകമാണ് അയാളുടെ ലക്ഷ്യമായിട്ട് വരുന്നത് എങ്കിൽ ജഅലല്ലാഹു ഫഖറഹു ബൈന യദൈ, എങ്കിൽ അയാളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ ദാരിദ്ര്യം കളിയാടുമെന്നുള്ളതാണ്. ദുനിയാവിന് വേണ്ടി പരക്കം പായുന്ന മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എപ്പോഴും അവർ അസ്വസ്ഥരായിരിക്കും. അവർ പോകുന്ന കാര്യങ്ങളിൽ ഒരു സംതൃപ്തിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് സമാധാനവും ലഭിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിൽ പല കച്ചവടക്കാരുണ്ട്. അപ്പോൾ അധികവും ആയിട്ട് വരുന്ന ഈ ഇഷ്ടികയുമൊക്കെ വരുന്ന നിർമ്മാണമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നതിൻ്റെ മുതലാളിമാരും തൊഴിലാളികളുമൊക്കെ ആ കച്ചവടക്കാരോട് ചോദിച്ചാൽ അവർ പറയുന്നൊരു മറുപടിയുണ്ട്, കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ നല്ലതായിരുന്നു എന്നവർ. ഈ കൊല്ലം അപ്പോൾ അത്ര നന്നായില്ല എന്നാണ്. ഇനി അടുത്ത കൊല്ലം ചോദിച്ചാലോ അവർ വീണ്ടും പറയും, കഴിഞ്ഞ കൊല്ലം ഇതിനേക്കാൾ നന്നായിരുന്നു. അവർ പറയുന്നത് കളവൊന്നുമില്ല. അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. ഈ ദുനിയാവിന് വേണ്ടിയുള്ള നിരന്തരമായ പാച്ചലിൽ പലപ്പോഴും അവർക്ക് പലതും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അവരുടെ സ്വപ്നങ്ങൾ സഫലീകരിച്ചു പോകുന്ന രീതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഫറക്ക അലൈഹി ശംലഹു, രണ്ടാമത് പ്രവാചകൻ പറയാണ്, കാര്യങ്ങളൊക്കെ ചിതറിപ്പോകുന്നു എന്നുള്ളത്. ഒരു അടുക്കും ചിട്ടയുമില്ലാതെ, ഒന്നിലും ഒരു കൃത്യതയില്ലാതെ, പലപ്പോഴും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാത്ത രീതിയിൽ എല്ലാം അവരുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്ന രീതിയിൽ കാര്യങ്ങൾ അവരെ വിട്ട് ചിന്തിച്ചിതറുകയാണ്. വലം യഅ്തിഹി മിനദ് ദുനിയ, അല്ലാഹുവിൻ്റെ റസൂല് പറയാം, ഒരാളിലേക്ക് ദുനിയാവ് എത്തുകയില്ല. ഇല്ലാമാ ഖുദ്ദിറ ലഹു, നല്ലപോലെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പറയുന്നത്. പടച്ചവൻ കണക്കാക്കാത്ത ഒന്നും എനിക്കോ നിങ്ങൾക്കോ അള്ളാഹുവിങ്കിൽ നിന്ന് എത്തുകയില്ല എന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ വല്ലതുണ്ട് എങ്കിൽ അത് അള്ളാഹ് തീരുമാനിച്ചതാണ്. നമ്മുടെ വസ്തുവകകളായി എന്തെങ്കിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹ് തീരുമാനിച്ചതാണ്. പടച്ചവൻ തീരുമാനിക്കാത്ത ഒന്നും ഒരാൾക്കും ഇക്കാലം വരെയും കിട്ടിയിട്ടില്ല എന്നതൊരു നഗ്ന സത്യമാണ് എങ്കിൽ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് ലക്ഷ്യമായി ദുനിയാവിൻ്റെ അടിമകളായി മാറരുത് എന്നാണ് പറയുന്നത്. പരലോകത്തെ ലക്ഷ്യമാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായി ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കാൻ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ആഹ്വാനം ചെയ്യുകയാണ്. ഇനി നമ്മുടെ പൂർവികരായ ആളുകളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുന്നൊരു ഭാഗം മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കുന്ന സാഹിറന്മാരായ മജീഷ്യന്മാരായ ചില ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ വിവരിക്കുന്നത്. അവർ വരുന്നത് എന്തിനാണ്? മൂസാ നബിയും ഹാറൂൻ അലൈഹിസ്സലാമയുമായി മത്സരിക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ആരാണ് അവരെ കൊണ്ടുവരുന്നത്? ഏറ്റവും വലിയ സ്വച്ഛാധിപതിയായ ഫിർഔനാണ് അവരെ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഈ മത്സരത്തിൽ ജയിച്ചാൽ എന്തായിരിക്കും? നിങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ടവരാകും, ഈ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടാകും.
പോരാതെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ എല്ലാ പ്രലോഭനങ്ങളും നൽകിയിട്ടാണ് ഫിർഔൻ അവരെ അണിനിരത്തുന്നത്. ആ അണിനിരത്തലിൽ സത്യം അവർക്ക് ബോധ്യമായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു നിമിഷം അവർ ആലോചിച്ചതില്ല. ഖുർആൻ അത് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. 20-ാമത്തെ അധ്യായം സൂറ ത്വാഹയിലെ 70-ാമത്തെ വചനം. ഫഉൽഖിയ അസ്സഹറതു സുജ്ജദൻ ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂൻ വമൂസ. ആ സാഹിറന്മാരായ ആളുകളൊക്കെയും സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് താഴെ വീഴുകയുണ്ടായി. അവരവരുടെ വിശ്വാസം കൃത്യമായി പ്രഖ്യാപിച്ചു. ഞങ്ങളിതാ മൂസയുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നും. ഫിർഔൻ അവരോട് ചോദിക്കുന്നുണ്ട്, ഖാല ആമൻതും ലഹു ഖബല അൻ ആദന ലക്കും. എൻ്റെ അനുവാദം ലഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അവരിൽ വിശ്വസിക്കുകയാണോ? ഇന്നഹു ലകബീറുക്കും അല്ലദീ അല്ലമക്കും. അവൻ തന്നെയാണ് നിങ്ങളെ ഈ ജാലവിദ്യകളൊക്കെയും പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ നേതാവ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമയെ അവരുടെ നേതാവായി ആ സന്ദർഭത്തിൽ കൃത്യമായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഫല ഉഖത്തി അന്ന ഐദിയക്കും, നിങ്ങളുടെ കൈകൾ നമ്മൾ മുറിച്ചു കളയും. വ അർജുലക്കും മിൻ ഖിലാഫിൻ, അതേപോലെ തന്നെ നിങ്ങളുടെ കാലുകൾ എതിർ ദിശയിലായി നമ്മൾ ഛേദിച്ചു കളയും. വ ഉസല്ലിബന്നക്കും ഫി ജുദൂഇൻ നഖ്ലി, നിങ്ങളെ ഈത്തപ്പന തടികളിൽ നമ്മൾ ക്രൂശിക്കുന്നതാണ്. വല തഅലമുന്ന അയ്യുന അശദ്ദു അദാബൻ വ അബ്ക, വല തഅലമുന്ന, നിങ്ങൾ അറിയാനിരിക്കുന്നു, അയ്യുന അശദ്ദു അദാബൻ വ അബ്ക, ആരാണ് ഏറ്റവും കൂടുതലായി ശിക്ഷിക്കുന്നവനെന്ന് നിങ്ങളിതാ അറിയാൻ പോവുകയാണ് എന്ന് ഫിർഔൻ അവരുടെ നേരെ ആക്രോശിക്കുന്നുണ്ട്. എന്നാലോചിച്ചു നോക്കൂ. പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന അത്രയും താന്തോന്നിയായിട്ടുള്ള, ഒരു വേള താൻ തന്നെയാണ് പടച്ചവനെന്ന് പറയുന്ന അത്രയും അക്രമിയും ക്രൂരനുമായ ആ മനുഷ്യന്റെ മുമ്പിൽ അവർ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്താണ് ആ ചരിത്രത്തിൽ പറയുന്നത്? ഫക്കലിമ അൻത ഖാലിൻ, നിന്റെ വിധി നീ വിധിച്ചു കൊള്ളുക. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, ആ വിധിയൊക്കെ ഈ ദുനിയാവിൻ്റെ ഈ അതിരുകളിലേ നിൽക്കുകയുള്ളൂ. കൃത്യമായൊരു കാഴ്ചപ്പാട് ഇഹലോകത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും കേവലം 5 മിനിറ്റ് പോലും, ആ 5 മിനിറ്റിന്റെ കാലയളവ് പോലും ഇല്ലാത്തൊരു വിശ്വാസം കൊണ്ട് അവർ മനസ്സിലാക്കുകയാണ് ഇനി വരാനിരിക്കുന്ന അനശ്വര ലോകം. ഞങ്ങൾ മനസ്സിലാക്കിയ സത്യത്തെയും എല്ലാം ഞങ്ങൾക്ക് പുറത്തു തരുന്ന പടച്ചവനെയും നിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ അടിയറു വയ്ക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് എന്താണോ ആ രാജാവ് കൽപ്പിക്കുന്നത് അത് ഏറ്റുവാങ്ങാൻ അവർ തയ്യാറാകുന്നു. നമ്മൾ നമ്മുടെ വിശ്വാസത്തെയും അവരൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിശ്വാസത്തെയും നമ്മളൊരു വേള പരസ്പരം ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക. നമ്മളൊക്കെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ കൊച്ചുനാളുകളെ കേട്ടുവളർന്നവരാണ് നമ്മൾ. ഇസ്ലാമികമായി അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുന്നു എന്നതിൻ്റെ പേരിൽ എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ ആ ആനുകൂല്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ വെമ്പൽ കൊള്ളുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മുടെ വിശ്വാസവും ദുനിയാവിനെ പറ്റിയും പരലോകത്തെപ്പറ്റിയുമുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ സ്വമേധയ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഖുർആനിലെ 82-ാമത്തെ അധ്യായം സൂറ ഇൻഫിത്താറിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ വറക്ക ബി റബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിങ്ങളെ എന്താണ് വഞ്ചിച്ചു കളഞ്ഞത്? മനുഷ്യരോട് അള്ളാഹു തുറന്നു ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഇത്രയും പ്രതാപിയായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ പടച്ചവന്റെ കാര്യത്തിൽ നിങ്ങൾ എങ്ങനെ വഞ്ചനയിൽ അകപ്പെട്ടു പോയി എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുർആനിലെ 57-ാമത്തെ അധ്യായം സൂറ ഹദീദിലെ 14-ാമത്തെ വചനത്തിൽ നരകാവകാശികളായി തീർന്ന ആളുകൾക്ക് സംഭവിച്ചു പോയിട്ടുള്ള 4 അപജയങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഫതൻതും അൻഫുസക്കും, അവരെ അവർ തന്നെയും കുഴപ്പത്തിലാക്കി. അവനവനെ സംബന്ധിച്ചുള്ള മിഥ്യാബോധങ്ങൾ, നമ്മൾ ചില്ലറയൊന്നും അല്ലല്ലോ,
നമ്മളെല്ലാവരേക്കാളും കൊള്ളാവുന്നവനാണല്ലോ എന്ന് ഓരോരുത്തർക്കും അവരെ സംബന്ധിച്ചുള്ള ഒരു മിഥ്യാബോധം ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെ വർത്തറബസ്തും, നന്മകൾ മുന്നിലേക്ക് വരുന്ന സമയത്തൊക്കെ അവരതിന് കാത്തിരിക്കുകയായിരുന്നു. സമയമായിട്ടില്ല, പിന്നെയും അവസരങ്ങളുണ്ട് എന്ന രീതിയിൽ എല്ലാത്തിനെയും അവർ ഒഴിവാക്കിക്കൊണ്ടിരുന്നു എന്നതാണ്. വർത്തബുത്തും, അതേപോലെ തന്നെ സംശയത്തിലായിരുന്നു അവർ. മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്, അവിശ്വാസികളെ സംബന്ധിച്ചല്ല. വിശ്വാസം സ്വീകരിച്ച് വിശ്വാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ അവർക്ക് തോന്നിയിട്ടുള്ള ചിന്തകളാണ് ഖുർആൻ രേഖപ്പെടുത്തുന്നത്. വഅറത്തുക്കുമുൽ അമാനിയ, വ്യാമോഹങ്ങൾ അവരെ വഞ്ചിച്ചു കളഞ്ഞു. നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതെ വ്യാമോഹിക്കുകയാണ്, നമ്മളായിരിക്കും ഏറ്റവും മെച്ചപ്പെട്ടവർ എന്നുള്ളത്. ഹത്താ ജാഅ അംറുല്ലാഹ്, പടച്ചവന്റെ കൽപ്പന അവരിലേക്ക് വന്നപ്പോൾ വഅറക്കും ബില്ലാഹിൽ ഗുറൂർ, അള്ളാഹുവിന്റെ കാര്യത്തിൽ മഹാവഞ്ചകനായ പിശാച് അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ അവസരങ്ങൾ വരുമ്പോൾ ആ അവസരങ്ങളെ ഫലപ്രാപ്തിയോടുകൂടി ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അതിനൊക്കെ ഇനിയും അവസരമുണ്ട് എന്ന രീതിയിൽ മനഃപൂർവ്വം മാറ്റിവെച്ചു എന്നത് ഒരു വലിയ പോരായ്മയായി, പരാജയമായി ഖുർആൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംശയം അവരെ വിട്ടുമാറിയിരുന്നില്ല എന്നതാണ്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭൗതികന്മാരായിട്ടുള്ള മനുഷ്യരുടെ ചില സ്വഭാവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? ലദ്ദാത്തു ദുനിയ മുതയക്കനത്തുൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ ആസ്വാദനങ്ങളിൽ മുഴുകിപ്പോകുമ്പോൾ ഈ ആസ്വാദനങ്ങൾ ഉറപ്പായിട്ട് അവനിക്ക് തോന്നുകയാണ്. ദുനിയാവും പരലോകവും മുന്നോട്ട് വച്ചാൽ നമുക്ക് തോന്നുന്നൊരു സംഗതി എന്ന് പറയുന്നത്, ദുനിയാവ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നു, തൊട്ടറിയുന്നു, നമ്മൾ ആസ്വദിക്കുന്നു. അത് ഉറപ്പായ കാര്യമാണ്. വല്ലദ്ദാത്തുൽ ആഖിറ മഷ്കൂക്കുൻ ഫീഹ, പരലോകത്തെ പറ്റി പറയുമ്പോഴോ അത് മനസ്സിൽ സംശയമാണ്. വന്നാൽ വന്നു, കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ ഒരു സംശയത്തിൽ നമ്മളിങ്ങനെ ആടിക്കളിക്കുകയാണ്. വല അദ്അൽ യഖീന ബിശ്ശക്കി, ഒടുവിൽ അയാൾ പറയാണ്, ഈ സംശയമുള്ളതിന് വേണ്ടി യഖീനായ ഒന്നിനെ ഞാൻ വിട്ടുകളയില്ല എന്ന് വെച്ചാൽ ഇഹലോകം വിട്ടുകളഞ്ഞുകൊണ്ട് ഒരു പരലോകത്തിന് വേണ്ടിയും ഞാൻ അധ്വാനിക്കുകയില്ല എന്ന്. അങ്ങനെയുള്ള ദുനിയാവിൻ്റെ അടിമകളായി നിങ്ങൾ മാറരുത് എന്നാണ് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും ഈ അധ്യാപനങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ സജീവമായി റമദാനിൻ്റെ രാപ്പകലുകളെ ഇബാദത്തുകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, അതേപോലെ തന്നെ സമസൃഷ്ടി സേവനങ്ങൾ കൊണ്ട് ഏറ്റവും സജീവമാക്കി തീർക്കാൻ ഞാനും നിങ്ങളും യത്നിക്കുക. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കും.